ഇലക്ഷൻ നടന്ന് പുറത്തിറങ്ങിയ ഉടനെ പ്രസിഡന്റ് ആദ്യം എല്ലാ ചാനലും പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് പോയ അതിജീവിത ഉൾപ്പെടെ എല്ലാവരും തിരിച്ചു കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്താണ് അടുത്ത ജനബോഡിയിൽ എന്താണ് നിങ്ങൾ ബോഡിയിലെ സീനിയേഴ്സ് ആരെങ്കിലും വന്ന് ഏറ്റെടുക്കട്ടെ. ഇടവേള ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് എല്ലാവരും മീഡിയ ഒക്കെ എതിർത്തിരുന്നു. പക്ഷേ അവിടെ നടന്ന കാര്യങ്ങൾക്ക് ചിട്ടയുണ്ടായിരുന്നു, കൃത്യമായ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരുന്നു. അവിടെ ഇങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നതിന് വെളിയിൽ അറിയില്ലായിരുന്നു. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്നതാണ് അൻസിബയുടെ കുറേ കാര്യങ്ങൾ. ഈ അമ്മ സംഘടനയുടെ കുറേ പ്രശ്നങ്ങൾ. ഈ അമ്മ സംഘടന നേരത്തെ ആണുങ്ങളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പുരുഷന്മാരെ മാറ്റിയതിന് ശേഷം സ്ത്രീകൾ മതി, സ്ത്രീകളുടെ കുറേ കാര്യങ്ങൾക്കൊക്കെ പരിഗണന വേണം എന്നും പറഞ്ഞിട്ട് തലപ്പത്തോട്ട് കുറേ സ്ത്രീകളെ കയറ്റിയിരുത്തി. ഈ സ്ത്രീകളെ കയറ്റിയിരുത്തി കഴിയുമ്പോൾ രണ്ടും തലപ്പത്തിരിക്കുന്നത് ഇപ്പോൾ എനിക്കത് നീനാക്കുറുപ്പും പിന്നെ നീനാക്കുറുപ്പല്ല കുക്കു പരമേശ്വരനും ശ്വേതാ മേനോനാണ് ഇരിക്കുന്നത്. ഈ ശ്വേതാ മേനോൻ്റെ ടീമായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, ഈ കുക്കു പരമേശ്വരൻ്റെ ടീമായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. ഇവർ തമ്മി കിടന്ന അടിയാണ് ഇതിനകത്ത് കാണിക്കുന്നത് മൊത്തം. ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടാണ് ലക്ഷ്മിപ്രിയ നീനാക്കുറുപ്പിനെ ചീത്ത വിളിക്കുന്നതും പ്രാകുന്നതും ഒരുപാട് മോശമായിട്ട് പറയുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്രയും കാര്യങ്ങൾ പറയുമ്പോഴും ഈ തലപ്പത്തിരുന്ന് കുക്കു പരമേശ്വരൻ മാത്രമാണ് അതിനെതിരെ ശബ്ദം ഉയർത്തിയത്. ഈ ശ്വേതാമേനൻ അത് കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് മൊത്തം പബ്ലിക്കിലേക്ക് മുഴുവൻ വന്ന കാര്യമാണത്. അതിന് മുന്നേ തൊട്ടുള്ളതാണ് ഈ അമ്മയുടെ സംഘടനയിലുള്ള അടിയും വഴക്കങ്ങളും കാര്യങ്ങളും ഒക്കെ. സ്ത്രീകൾക്ക് എല്ലായിടത്തും എല്ലാ ആധിപത്യം വേണമെന്ന് പറഞ്ഞ് കയറി ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് ഇത് കഴിവോടുകൂടി മാന്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമോ അതുമില്ല. അതിനകത്ത് മൊത്തം കൂട്ടിത്തല്ലും അവിഹിതവും വഴക്കും കൈയിട്ട് വാരലും ഇത് മാത്രമാണ് അതിനകത്ത് നടക്കുന്നത്. എന്നിട്ട് വന്നേച്ച് പുറത്തോട്ട് വന്നേച്ച് മാധ്യമങ്ങളാണ് ഇതെല്ലാം ആക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരെ കൂടി അങ്ങ് കുറ്റം പറയും. എന്നെയാണെങ്കിലും ഈ അൻസിബയുടെ കാര്യങ്ങൾ കുറേയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അൻസിബ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റാന്ന് തോന്നുന്നു. കാര്യം ബിഗ് ബോസിൽ ഒരു ഇച്ചിരി ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അൻസിബയെ നമുക്ക് പൊതുവെ എല്ലാവർക്കും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. കാര്യം വലിയ ഈ ഒരു അൻസിബയെ പറ്റി ഇപ്പോൾ ഒരു അവിഹിതമൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയുള്ളൊരു ക്യാരക്ടറോ കാര്യങ്ങളോ നമ്മൾ ഈ ബിഗ് ബോസിൽ വന്ന് ആരാണെങ്കിലും ഒരാഴ്ച കഴിയുമ്പോൾ അവരുടെ ഒറിജിനൽ സ്വഭാവം നമുക്ക് അറിയാൻ പറ്റും. അവരത് പുറത്ത് വന്നിരിക്കും, അവരുടെ രീതിയും കാര്യങ്ങളൊക്കെ. അപ്പം അൻസിബ അങ്ങനെ ഒരു ഇതാളായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മോശം ഒരു പേരോ കാര്യങ്ങളോ കേൾപ്പിക്കാതെ അതിൽ നിന്ന് പോകുന്നൊരു വ്യക്തിയാണ് അൻസിബ. അൻസിബ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ല, അല്ലാതെ ഒരു ഇതായിട്ട് ചാനലിൽ വന്ന് കാര്യങ്ങൾ കുറച്ച് പറയുന്നുണ്ട്. അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാവേ. ഇതിലിപ്പം ഈ അൻസിബയും ലക്ഷ്മിപ്രിയയും ഒക്കെ ആയിട്ട് കിടന്ന് പ്രശ്നങ്ങളാണ് ലക്ഷ്മിപ്രിയായിട്ട്. അപ്പോൾ ലക്ഷ്മിപ്രിയ ഒരു ഇൻ്റർവ്യൂ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെയും കാണിക്കാം. ലക്ഷ്മിപ്രിയ അതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ വിട്ടുപോയ കാര്യങ്ങൾ ഞാൻ പറയുകയും ചെയ്യാം അതിനകത്ത്. അങ്ങനെ വെച്ചാൽ ഇതിനകത്ത് ഈ വീഡിയോ ഞാൻ കാണിക്കുന്ന കാര്യങ്ങൾ വിട്ടുപോയേക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയൊരിതായിട്ട് അല്ല, ഒത്തിരി അങ്ങ് നീണ്ട ഒരു ഇതാണ് ലക്ഷ്മിപ്രിയ പറയുന്ന കാര്യങ്ങൾ വിശദീകരിച്ചാണ് ലക്ഷ്മിപ്രിയ അങ്ങ് പറയുന്നത്. അപ്പോൾ അന്ന് നമ്മൾ കണ്ടാണ് നീനാക്കുറുപ്പിനെ കിടന്ന് നല്ല ഭാഷയായിരുന്നു പറഞ്ഞിരുന്നത്. ഒട്ടും ഒരുമാതിരി തന്നെ ഒരു വല്ലാത്ത രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞ് ആ ഒരു പ്രശ്നം ഭയങ്കര ഇതായിട്ടൊക്കെ നിന്ന് കഴിച്ചാണ് ഇങ്ങനൊരു കാര്യം വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാനുള്ള കാര്യം ഇതിപ്പോൾ സോഷ്യൽ മീഡിയ വന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ഈ സ്ത്രീകൾക്ക് വേണ്ടി മുൻഗണന വേണം, അവരെ സ്ത്രീകളെ സംരക്ഷിക്കണം, സ്ത്രീകൾക്ക് ഇതിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിനകത്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് കിടന്ന് സോഷ്യൽ മീഡിയ തകർത്ത് വാരിയവരുണ്ട്. ആ ഒരാളുടെ കാര്യം ഇതിനകത്ത് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. അത് ഞാൻ വെച്ചാൽ ഇതിലൂടെ വരുന്ന വഴിക്ക് നമുക്ക് വീഡിയോക്ക് എത്ര കാര്യങ്ങൾ കേട്ടതിന് ശേഷം സംസാരിക്കാം. പിന്നെ ഈ ഒരു സംഘടന കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമുണ്ട് കേട്ടോ. പെൻഷനായിട്ടും മരുന്നായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഈ സംഘടനയിലേക്ക് നല്ലപോലെ വന്ന് ഫണ്ട് ചാടുകയും ചെയ്യുന്നുണ്ട്. നല്ലപോലെ ഫണ്ട് ഇവർക്ക് കിട്ടുന്നുണ്ട്. അതിനകത്തുനിന്ന് കൈയിട്ട് വാരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിനൊക്കെ ഒത്താശ ചെയ്ത് നിൽക്കുന്നവർ എവിടെയും നിലനിൽപ്പുണ്ട്. അത് എല്ലാ മേഖലയിലും അങ്ങനെയാണല്ലോ. അവിടുത്തെ ആ ഒരു രീതിക്കനുസരിച്ച് ഒത്താശ ചെയ്ത് നിൽക്കുന്നവർക്കെല്ലാം എല്ലാ മേഖലയിലും നിന്ന് പോകാൻ പറ്റും. അതിനെതിരെ ഒരു ശബ്ദം ഉയർത്തൽ അവർ പുറത്താകുകയും ചെയ്യും. അതാണ് എല്ലായിടത്തും നടക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് അൻസിബ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് വരാമേ. കാര്യം ഭാരവാഹിത്വത്തിലിരുന്നപ്പോൾ അമ്മയിൽ നല്ല ഫണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഫണ്ട് വരുന്നത് നമുക്ക് ഡൊണേഷൻ ആയിട്ട് ബൈലോ പ്രകാരം വാങ്ങിക്കാൻ പറ്റുള്ളൂ. അത് ഈ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. പാവപ്പെട്ട ആളുകൾക്ക് ഈ പൈസ മാത്രം വെച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ അനാഥരായി പോരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ. മരുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫണ്ട് വരുന്നത് അതായത് ഞങ്ങളിലൂടെ മാത്രമേ അമ്മയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ സ്പോൺസേഴ്സ് ആദ്യം ബന്ധപ്പെടുന്നത് ഈ പറഞ്ഞ ഭാരവാഹികളായിരിക്കും. അപ്പോൾ ഭാരവാഹികളെ ബന്ധപ്പെടുമ്പോൾ ഈ ഭാരവാഹികൾ ത്രൂവേ ഇതിലേക്ക് അമ്മയിലേക്ക് വരാൻ പറ്റുള്ളൂ, അമ്മയിലൊരു ഇടം കിട്ടുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ സ്പോൺസേഴ്സ് ചെയ്തു കൊടുക്കും. അവർക്ക് വർക്കിന്റെ രീതിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മീഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ലാഭം അവിടെ ഉണ്ട്. അപ്പോൾ പണം സമ്പാദിക്കാൻ പറ്റുന്നുള്ളത് 101% ഉറപ്പാണ്. ടീനി ചേട്ടൻ അവിടെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് പ്രസിഡന്റാണ്. ഇവർ അറിഞ്ഞു തന്നെയാണ് ഈ നീക്കങ്ങൾ. ടീനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരി അറിഞ്ഞിട്ടുണ്ടാവും.
ഉറപ്പായിട്ടും അറിയാം. അറിയില്ല എന്ന് ഇപ്പൊ ചേച്ചി പറയുമായിരിക്കും, എനിക്കറിയില്ല. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എനിക്കെതിരെ പല കേസുകൾ വരാനും സാധ്യതയുണ്ട്, ഞാൻ ഇതെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അല്ല, കേസുകളുടെ കാര്യത്തില്ല, ഒരു സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഒരു കാര്യം അൻസിബ ഈ കാര്യങ്ങൾ ഷെയറിയോട് പറഞ്ഞു കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഇപ്പോൾ? ഞാൻ ഒരു തവണ ഇങ്ങനെ മോശമായി പറയുന്നുണ്ട്, എന്നെ മതതീവ്രവാദിയാക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല. കാരണം ഈ എനിക്കെതിരെ വനിതാ ഭാരവാഹി തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി കൊടുത്തപ്പോൾ ഞാൻ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞ ഡയലോഗ് ഞാൻ പറഞ്ഞില്ലേ, നത്തിങ് ടു ഡു വിത്ത് അമ്മ. ഷെയറിൽ വിശ്വാസമില്ല, പ്രസിഡന്റ് വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമില്ലായിരുന്നു, പിന്നെ ഞാൻ എന്ത് പറയാനാ. ഈ എപ്പോഴെങ്കിലും അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട്? ഇതൊക്കെ പറഞ്ഞു മതതീവ്രവാദി എന്ന് പറഞ്ഞാൽ അപമാനിക്കപ്പെട്ടു, പെൺകുട്ടി എന്ന നിലയിൽ വളരെ മോശമായിട്ട് എത്രയോ വട്ടം അത് പിന്നിലെ കിട്ടിയ ടീമാണ്. ഉറപ്പായിട്ടുണ്ട്. സ്ത്രീയെ എത്രമാത്രം അപമാനിക്കാൻ പറ്റും അത്രമാത്രം അപമാനിക്കുക. അതുപോലെ എനിക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്ന ലൊക്കേഷനുകളിൽ എന്നെ പറ്റി അന്വേഷിക്കുക, എനിക്ക് പ്രണയമുണ്ടോ എന്ന് അന്വേഷിക്കുക, പ്രണയം ഉണ്ടായിരുന്നു എന്ന് അന്വേഷിക്കുക. ഇതൊക്കെ ഇവരൊക്കെ തന്നെ അവിടെ ഇവിടെ ഇരുന്ന് പറയാം. എന്നിട്ട് ഇത് ഞാൻ അറിയും. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് അവിടെ കയറി ചെല്ലാൻ എന്നെ കൊണ്ട് എങ്ങനെ പറ്റും? എനിക്ക് ആരോടും പറയാനും വയ്യ. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ ഇന്നലെയൊക്കെ പ്രിയങ്ക ചേച്ചിയുടെ ഒക്കെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. ഇന്റർവ്യൂ എങ്ങനെ ബൈറ്റ് കൊടുക്കണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തലമുതിർന്ന ആൾക്കാരുണ്ട്, ഇതിൽ പൊടിയിടാന്ന് പറയും. ചിലപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കുമായിരിക്കും. ഞാൻ ഇപ്പോഴും പറയണ ആ സംഘടനയിലുള്ള മറ്റ് മെമ്പേഴ്സിനോട് ഞാൻ ഒരിക്കലും ഈ സംഘടനയ്ക്ക് എതിരായിട്ടല്ല പറയുന്നത്. അവിടെയുള്ള വ്യക്തി താല്പര്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് പോകുന്നത് കൊണ്ടാണ് സംഘടനയ്ക്ക് ചീത്തപ്പേര് വരുന്നത്. സംഘടനയിലുള്ള വനിതാ മെമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്മിപ്രിയനെയാണ് ഈ പറയുന്നത്. സംഘടനയുള്ള വനിതാ മെമ്പർ എന്ന് പരാതി കൊടുത്തെന്ന് പറയുന്നത്. ഇതിപ്പം ഈ സേതാമേനന്റെ അടുത്തേക്കാണ് ഈ പരാതി പോയിരിക്കുന്നത്. സേതാമേനാണ് തനങ്ങാതിരുന്നെന്ന് പറഞ്ഞു. അവരെ പറ്റി പൊതുവേ അതിനകത്ത് ആർക്കും ഒരു അഭിപ്രായമില്ല. പുള്ളിക്കാരി എന്നതൊക്കെയോ കാണിച്ചു. പുള്ളിക്കാരി ബിഗ് ബോസ് ആദ്യമേ വന്നാണ്, അത് നമ്മൾ കണ്ടാണ്. അതുപോലെ തന്നെ അൻസിബയുടെ കയ്യിലുണ്ട്. പക്ഷെ അതിൽ നീനാക്കുറുപ്പ് വോയിസുമായിട്ട് വന്നിട്ടുണ്ട്. നീനാക്കുറുപ്പ് പറയുന്നത് നീനാക്കുറുപ്പിന് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് നീനാക്കുറുപ്പ് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇവിടെ അൻസിബയോട് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നത് നീനാക്കുറുപ്പാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന അൻസിബയോട്. ഇങ്ങനെയുള്ള ചർച്ചകളുണ്ടായി, ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ നീനാക്കുറുപ്പ് എന്ന് പറയുന്നതും അത്ര ആൾ പാവമൊന്നുമല്ല. നമ്മൾ ഈ സൂര്യ ടിവിക്ക് അത്ര ഈ ബിഗ് ബോസ് മാതിരി ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നീനാക്കുറുപ്പുണ്ടായിരുന്നു. ഏകദേശം നീനാക്കുറുപ്പിന്റെ സ്വഭാവമൊക്കെ നമുക്കത് മനസ്സിലായതാണ്. നീനാക്കുറുപ്പിന് ഇച്ചിരി കുത്തിത്തിരിപ്പിന്റെ ഒക്കെ ഒരാളാണ്. നീനാക്കുറുപ്പ് എന്ന് കുത്തിത്തിരിപ്പി കൊടുക്കുന്നതാണ് ഈ അൻസിബ ഈ ഒരു കാര്യങ്ങളും അൻസിബ നേരിട്ട് കേട്ടിട്ടില്ല. അൻസിബ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണ് ഈ വിഷയമാക്കി എടുത്തേക്കുന്നത്. പക്ഷേ നീനാക്കുറുപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ കേട്ടതാണ് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞാണെന്ന് നീനാക്കുറുപ്പും വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് കൂട്ടത്തല്ലെന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ കിടന്നങ്ങ് കൂട്ടയടിയാണ് ഇതിനകത്ത് കിടന്ന്. എന്നിട്ട് അവിടെ പറഞ്ഞത് ഇവിടെ പറയുക, ഇവിടെ പറഞ്ഞത് അവിടെ പറയുക, എന്നിട്ട് ടീമായിട്ട് മാറുക. ഇതിൽ ലക്ഷ്മിപ്രിയ നീനാക്കുറുപ്പിനെ ചീത്ത വിളിച്ചതിന് താക്കീതെന്ന രീതിയിൽ സംഘടനയെ ഞങ്ങളുടെ കുറച്ച് ദിവസത്തേക്ക് മാറിക്കോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, മാറ്റി നിർത്തുകയോ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു ലക്ഷ്മിപ്രിയനെ. അങ്ങനെ ഒരു ചില പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. കാര്യം ഈ ലക്ഷ്മിപ്രിയ പറഞ്ഞത് മൊത്തം ആ സൈസ് വർത്തമാനങ്ങളായിരുന്നു, അല്ലാതെ അത്ര നല്ല വർത്തമാനങ്ങളൊന്നും അല്ലായിരുന്നു പറഞ്ഞത്. വായിന്ന് വന്ന വർത്തമാനം കേട്ട കൂറ വർത്തമാനമായിരുന്നു അവർ വായിന്ന് വന്നത്. അതുപോലെ അവർ കിടന്ന് പറഞ്ഞു. ആ വീഡിയോ ഞാനടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന ഈ ഒരു സംഘടനയുള്ള വനിത എന്ന് പറയുന്നത് ഈ ലക്ഷ്മിപ്രിയാണ് ആള്. അപ്പോൾ അതിനെപ്പറ്റി ലക്ഷ്മിപ്രിയ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. ഓക്കെ, അപ്പോൾ ഡിസംബർ 10 രാത്രിയിൽ അൻസിബ ഹസൻ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിന് മറുപടിയായിട്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അൻസിബ എന്താണ് ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ച് ഞാൻ ആ കുട്ടിയെ വിളിക്കുമ്പോൾ ഐ വിൽ കോൾ യു ലേറ്റർ ചേച്ചി, ഐ ആം ഇൻ എ വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് രാത്രി 11 മണിക്ക് എൻ്റെ അടുത്ത് അൻസിബ ഹസൻ റെസ്പോണ്ട് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പല ആവർത്തി അൻസിബയുടെ അടുത്ത് പറഞ്ഞു, അൻസിബ ഇതെന്താണ് ഈ മെസ്സേജ് അയക്കാനുള്ളൊരു റീസൺ എന്ന് എൻ്റെ അടുത്ത് പറയണം എന്ന് ഞാൻ പല ആവർത്തി ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് ഈ മെസ്സേജ് ഇത് വായിക്കുകയും അദ്ദേഹം വളരെ പാനിക് ആവുകയും അതിനെ തുടർന്ന് ഒരു കുടുംബമല്ലേ, കുടുംബമായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, പിന്നീട് യാതൊരു വിധത്തിലും എൻ്റെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുകയോ എൻ്റെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ആ കുട്ടി ചെയ്തിട്ടില്ല. യാതൊരു നിവൃത്തിയുമില്ലാതെ എൻ്റെ കുടുംബജീവിതം ഒരു മോശമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ ഹിൽ പാലസ് വനിതാ സെല്ലിൽ ഞാൻ ജനുവരി ഒരു മധ്യത്തോടു കൂടിയിട്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ, അന്ന് ഞാൻ അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്. അൻസിബയാണ് ഇതിന് മത തീവ്രവാദം ആരോപിച്ചുകൊണ്ടും അൻസിബയെ ജിഹാദി എന്ന് ആരോ പരാമർശിച്ചു, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കേസ് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗ്രൂപ്പിലേക്ക് ജനുവരി 24 അൻസിബ ലോങ് മെസ്സേജ് ഇടുന്നത്. മത തീവ്രവാദമെന്നോ ജിഹാദെന്നോ മറ്റ് ഈ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പ് സ്വീകരിച്ചതിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളോ യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്.
ഇതിൽ ലക്ഷ്മിപ്രിയ പറയുന്ന കാര്യങ്ങളാണിത്. ഈ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു എന്നാണ് പറയുന്നത്. അത് എന്നാ മെസ്സേജ് ആണെന്ന് ഇതുവരെ പറ്റില്ല. ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ സംശയിക്കുന്ന രീതിക്ക് കുടുംബ പ്രശ്നം വരെ ആകുന്ന രീതിക്കുള്ള മെസ്സേജ് എന്നതായിരുന്നു അതെനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ അതും അൻസബയാണ് അയച്ചേക്കുന്നത്. അത് അത്രയും ഒരു പെണ്ണോ ഒരു പെണ്ണിൻ്റെ ഫോണിലേക്ക് അങ്ങനെ മെസ്സേജ്. ഇതിന് ലക്ഷ്മിപ്രിയ പറയുന്ന കുറേ ന്യായീകരണങ്ങളുണ്ട്. ഇവരുടെ ഫോൺ ലോക്കല്ല, ഇവരുടെ മകളും എടുക്കാറുണ്ട്, ഭർത്താവ് എടുക്കാറുണ്ട്, ഇവരുടെ ഫ്രണ്ട്സും ഒക്കെ ഇവരുടെ ഫോൺ എടുക്കാറുണ്ട്, ഇവരുടെ ഫോൺ ലോക്കല്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവരുടെ ഭർത്താവ് അതെടുത്തപ്പം കണ്ടു. അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരെന്തായാലും ഇവരുടെ ഫോണിൽ കയറി വാട്സപ്പിൽ കയറി ഹസ്ബൻഡ് ചെക്ക് ചെയ്യാത്തത് കാണുകയല്ലോ, ഒരിക്കലും കാണുകയില്ല. പിന്നെ ആ ഒരു വിഷയം ഇവർ പറഞ്ഞ് അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ ഇവർ തമ്മിലുള്ള ബന്ധം പിന്നെ എന്നതാണ്? സ്വന്തം ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഭർത്താവിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവർ തമ്മിലുള്ള ബന്ധം എന്നാണെന്നാണ് പറയുന്നത്. അതിൻ്റെ പേരിലാണ് ഇവർ കൊണ്ടുപോയി കേസ് കൊടുത്തത്. കേസ് കൊടുത്തേച്ച് അൻസിബ പറയുന്നുണ്ട് അൻസിബിനെ ശരിക്കും മോശമായിട്ടാണ് അൻസിബയ്ക്ക് അവിടുന്ന് അനുഭവം ഉണ്ടായത്. അതുപോലെ മോശമായിട്ട് കുറേ നേരം അവിടെ പിടിച്ചിരുത്തി, അങ്ങനെ ഒരുപാട് മോശമായിട്ട് അൻസിബ എടുത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പം അത്രയെല്ലാം അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം അൻസിബ ഇത് ശ്വേതാമേനോട് പറഞ്ഞു. ശ്വേതാമേനൻ അത് മൈൻഡ് കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർ പുറത്ത് വന്ന് സോഷ്യൽ മീഡിയയിലേക്ക് പറഞ്ഞത്. കാര്യം ഇവർക്ക് പറയാനുള്ളത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തണ്ടേ, അതിനു വേണ്ടി തന്നെയാണ് അവരിത് വന്ന് പുറത്ത് പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഈ അൻസിബ പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ഒരു കാര്യം കേട്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. മറ്റേത് ഇവരിവിടെ കൂട്ടിത്തല്ലും ആ ഡിയും ബഹളവും എല്ലാം ഉള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. കാര്യം ഇത് തുടങ്ങിയപ്പോൾ മുതൽ ഇതാണ് ഇതിനകത്തെ പരിപാടി. അല്ലാതെ ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടി ഉള്ളതാണ് അല്ലാന്നല്ല, അത് നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരുന്നതുമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഒരുപാട് പരിഗണന കിട്ടാൻ വേണ്ടി അത് തലപ്പത്തിരുന്നവരെല്ലാം മാറ്റി ഇരുത്തിയേച്ച് അതിനകത്തോട്ട് കുറേ പെണ്ണുങ്ങളെ അങ്ങോട്ട് കയറ്റി ഇരുത്തിച്ച് അവരുണ്ട്. ശ്വേതാമേനോൻ ബിഗ് ബോസിൽ വെച്ച് എനിക്ക് പുള്ളിക്കാരൻ്റെ പേര് മറന്നുപോയി, സിനിമയിലൊക്കെ ഉള്ളതാണ്. അദ്ദേഹം എന്നതോ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിനോട് അത് ചർച്ചയായി, വിഷയമായി. ശ്വേതാമേനോനോട് ചോദിച്ചു, പ്രശ്നത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് സോൾവ് ആക്കി വിട്ടപ്പോഴത്തേക്ക് ശ്വേതാമേനോൻ വന്നിച്ച് പറഞ്ഞു എൻ്റെ ഔദാര്യമാണ് നീ ഇതിനകത്ത് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നൊക്കെ പ്രശ്നങ്ങളുണ്ടായി. അവനെ വിളിച്ച് വഴക്ക് പറയുമോ അങ്ങനെ ഏതാണ്ടൊക്കെ ഒരു സംഭവം അതിനകത്ത് ഇച്ചിരി വിഷയങ്ങളൊക്കെ ശ്വേതാമേനോൻ ഉണ്ടാക്കിയായിരുന്നു. ശ്വേതാമേനോൻ കള്ളത്തരം പറഞ്ഞിട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായതാണ്. അന്നേരമാണ് ഇവർക്ക് ശരിക്കുള്ള ക്യാരക്ടർ എന്നാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ബിഗ് ബോസ് വരുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ എല്ലാ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ കുറേ നാളൊക്കെ മറച്ചു വെച്ചുകൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ ഇവർ ക്യാമറയും കാര്യങ്ങളൊക്കെ മറന്നു പോകും. പിന്നെ ഇവർ തനി സ്വഭാവമാണ് അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്വേതാമേനോൻ അതിനകത്ത് ഇച്ചിരി കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം വന്ന് ഇതൊക്കെ ആയിട്ടുള്ളതാണ് ഈ ശ്വേതാമേനോൻ. അവരൊക്കെയാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. നമുക്ക് അൻസിബ പറഞ്ഞ ഈ ഒരു കാര്യം നമുക്ക് കേട്ടു നോക്കാവേ. ഇലക്ഷൻ നടന്ന് പുറത്തിറങ്ങിയ ഉടനെ പ്രസിഡന്റ് ആദ്യം എല്ലാ ചാനലും പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് പോയ അതിജീവിത ഉൾപ്പെടെ എല്ലാവരും തിരിച്ചു കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിനെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരാൾ പോലും ചോദിച്ചിട്ടില്ല, ഒരു റിപ്പോർട്ടർ പോലും ചോദിച്ചിട്ടില്ല, ഒരു ചാനലിൽ നിന്നും. ഞാൻ അതിശയപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ആരും ചോദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അന്ന് എനിക്കറിയില്ല. അതിലെ ഏറ്റവും വലിയ കോമഡി എനിക്ക് തോന്നിയത് എന്താണെന്നറിയാം. ഞങ്ങൾ ആ ഹോട്ടലിൽ വെച്ച് ഇലക്ഷൻ കഴിയുന്നു. ആദ്യത്തെ മീറ്റിംഗ് ആ ഹോട്ടലിൽ വെച്ച് തന്നെ കൂടുന്നു. അടുത്ത മീറ്റിംഗ് നമ്മൾ അമ്മ ഓഫീസിൽ വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എന്തായിരിക്കും ഇതിൽ പറയുന്നത്. കാരണം ഇലക്ഷനിൽ ജയിച്ച ഉടനെ പ്രസിഡന്റ് കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനം അതായിരുന്നു. എല്ലാ ചാനലിലും കൊടുത്ത വാഗ്ദാനമായിരുന്നു അത്. എന്നിട്ട് നമ്മൾ അമ്മ ഓഫീസിൽ നടത്തിയ മീറ്റിംഗിൽ ഫസ്റ്റ് മീറ്റിംഗിൽ ഞാൻ ഇത് ചോദിക്കണം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കായിരുന്നു. എന്താ കാരണം ഈ കമ്മിറ്റിയിലുള്ള എല്ലാവരുമായിട്ട് അത്ര അടുപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രസിഡന്റ് തന്നെ ഈ വിഷയം എടുത്തിട്ടു. എന്നിട്ട് പ്രസിഡന്റ് പറഞ്ഞു പിന്നെ അതിജീവിതയെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ചില മെമ്പേഴ്സിന് അത് താല്പര്യമില്ലാന്ന്. അപ്പൊ ഏത് മെമ്പേഴ്സ് ആണെന്ന് ഞാൻ ഉൾപ്പെടെ ആരും ചോദിച്ചിട്ടില്ല. അവിടെ ഏത് മെമ്പേഴ്സ് ആണ് പബ്ലിക്കിന് മുന്നിൽ പ്രസിഡന്റ് മുന്നിൽ അമ്മയുടെ പ്രസിഡന്റ് പറഞ്ഞ് കളിപ്പിക്കായിരുന്നു. അപ്പോൾ അടുത്ത മീറ്റിംഗിൽ പറഞ്ഞു അതിലാർക്കും താല്പര്യമില്ല. അതായത് അമ്മേനെ ചില മെമ്പേഴ്സ് പ്രസിഡന്റിനെ പേഴ്സണലി വിളിച്ചു പറഞ്ഞു അവർക്ക് താല്പര്യമില്ലാന്ന്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമ്മയിൽ ഉള്ള സാധാരണ മെമ്പേഴ്സിൽ ഒരാൾ പോലും അങ്ങനെ പറയൂല. ഈ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു അതിജീവിതയുടെ കാര്യത്തിന് വേണ്ടി ഈ സംഘടനയിലുള്ള പലരും ഭയങ്കര ഘോരമായിട്ട് പ്രസംഗിച്ചിറങ്ങിയായിരുന്നു. അതിജീവിതയ്ക്ക് വേണ്ടി അങ്ങ് ആത്മഹത്യ ചെയ്യാൻ വരെ നടന്നവരുണ്ട്. കാര്യം അതുപോലെ അങ്ങ് ആത്മാർത്ഥത കൂടിപ്പോയിട്ട് അവർക്ക് ന്യൂസ് വന്നപ്പോൾ അത് കാണാനായിട്ട് അവരിരുന്നില്ല. അവരെ വിളിച്ച് ആശ്വസിപ്പിച്ചു എടുത്തു. എന്ത് പറഞ്ഞവരൊക്കെ ഉണ്ട് ഈ സംഘടനയിൽ. അവർക്കാർക്കും ഇതൊന്നും കേട്ടപ്പോൾ സങ്കടം തോന്നിയില്ലായിരുന്നു, ഒരു വിഷമം തോന്നിയില്ലായിരുന്നു. ഇതാണ് പറയുന്നത്. മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് എല്ലാവരും ഒന്ന് വിളിച്ചു പോകുന്നത് കുറേ ആൾക്കാരുടെ സിമ്പതിയും കുറേ ആൾക്കാരുടെ സപ്പോർട്ടും പിടിച്ചു പറ്റാൻ വേണ്ടി പലതും വിളിച്ചു പറയും. അത് കഴിയുമ്പോൾ പിന്നെ ആ പ്രശ്നം അവിടെ തീർന്നു. പിന്നെ ആ ഒറ്റയ്ക്കേ ഉള്ളൂ ആ ഒരു വ്യക്തി എന്നാ പ്രശ്നം വന്നാലും മുന്നോട്ട് പോയി. അന്നേരം ഒരു സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഫെയിം കിട്ടാൻ വേണ്ടി എല്ലാവരും കിടന്ന് ബഹളം വെച്ചു. എല്ലാവരും ഇപ്പം അങ്ങോട്ട് നീതി മേടിച്ചു കൊടുക്കും, ഇപ്പം അങ്ങോട്ട് അത് ചെയ്യും ഇത് ചെയ്യും. സ്ത്രീകൾക്ക് വേണ്ടി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ആകാശം മുട്ട അവരങ്ങ് പറന്നായിരുന്നല്ല. അതുപോലുള്ള വാചകം അടിച്ച് എടുത്താണ് അമ്മ സംഘടനയിലെ സ്ത്രീകൾ തലപ്പത്തിരിക്കുന്നിടത്ത് ആ ഒരു അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിച്ചാണ് വെളി വന്നേച്ച് അങ്ങനെയുള്ളൊരു ആ അതിജീവിതത്തെ തിരിച്ച് ഈ സംഘടനയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞെടുത്താണ് അവർ വരുന്നതിൽ അതിനകത്ത് കുറച്ച് ആൾക്കാർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത്. പിന്നെ എന്നതാ സ്ത്രീകൾക്കൂടെ സംരക്ഷണം കിട്ടുന്നത്, എന്നതാണ് ഈ സംഘടനയ്ക്ക് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അൻസിബ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അത് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ അതിനകത്ത് വെച്ച് ഇങ്ങനെ രഹസ്യമായിട്ട് ഇത് കൊണ്ടുപോകണമെന്നാണ് പ്രിയങ്ക പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് വെച്ചുകൊണ്ട് പ്രിയങ്ക പുരുഷന്മാർക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനൊന്നും ഞാൻ എതിർപ്പ് പറയുന്നില്ല. ശരിയാണ്, ചില പുരുഷന്മാർ തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി സംസാരിക്കെടുക്കുകയൊക്കെ ചെയ്യണം എന്നും പറഞ്ഞ് ടിനി ടോം ഒരു പ്രശ്നക്കാരനാണെന്നുള്ള കാര്യത്തിന് നമുക്ക് ഇതിനകത്ത് ഒരു തെളിവില്ല. ഈ അൻസിബ പറയുന്നതും പിന്നെ നീനക്കുറുപ്പ് പറയുന്നതും മാത്രമേ ഉള്ളൂ തെളിവായിട്ട് പുറത്ത് വന്നിരിക്കുന്നത്. വേറെ ആരും ഇദ്ദേഹത്തിനെതിരെ മോശമായിട്ട് പറഞ്ഞു വരുന്നില്ല. ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ടാണ് വരുന്നത്. അൻസിബ പറയുന്നു, അൻസിബയുടെ ഒരുപാട് മോശമായിട്ട് സംസാരിച്ചു. ഒരു പക്ഷെങ്കിൽ ഇതിന്റെ തലപ്പത്ത് നിൽക്കുന്ന ആരുടെയും ഒക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞു കൊടുക്കലുണ്ടല്ലോ ഒരാളെ പറ്റി മോശമാക്കാൻ വേണ്ടി, അങ്ങനെ എന്നതിലൊക്കെ പറഞ്ഞു കൊടുത്തത് ചിലർക്ക് അത് മനസ്സിലിരിക്കും. തരം കിട്ടുമ്പോൾ അവർ എടുത്തത് പ്രയോഗിക്കും. അങ്ങനെയും ചെയ്യുന്ന മനുഷ്യരുണ്ട്. അത് മറ്റൊരാൾക്ക് എത്രമാത്രം വേദനയാകും എന്നൊന്നും ചിന്തിക്കുകയില്ല. ഒന്നെങ്കിൽ സേതാമേനോൻ്റെ അടുത്ത ആളാണ് ടിനി ടോം എന്ന് പറയുന്നുണ്ട്. അവർ ടിനി ടോം കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സേതാമേനോൻ അറിയുന്നുണ്ടെന്നൊക്കെയാണ് അൻസിബ പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അൻസിബ പറയുന്നുണ്ട്. എല്ലാത്തിനും ടിനി ടോമാണ് നിൽക്കുന്നത്, കൂടെ നിൽക്കുക. സേതാമേനോനാണ് എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നത്. അപ്പം ഇതിൽ വന്നത് ഈ ലക്ഷ്മിപ്രിയ ഈ സേതാമേനോന് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അപ്പം ഈ സേതാമേനോന് എതിരെ ലക്ഷ്മിപ്രിയക്കെതിരെ പ്രശ്നം ഉണ്ടാക്കി വന്ന് ലക്ഷ്മിപ്രിയ പരാതി കൊടുത്തതും അൻസിബയ്ക്കെതിരെയല്ലേ. അപ്പോൾ പിന്നെ അത്രയും ഒരാൾ ഗ്യാങ് ആയിട്ട് കൂടി ഇന്ന് അൻസിബയെ ആക്രമിച്ചു. ഇതാണ് എനിക്ക് തോന്നിയത് കേട്ടപ്പോഴത്തേക്ക്. അല്ലാതെ ഇതിനകത്ത് സ്ത്രീകൾക്കൊരു മുൻഗണനയോ അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കോ അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് രണ്ടുപേരും കൂടി ഇരുത്തി പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കോ ഇതൊന്നും ചെയ്യുന്നില്ല. പ്രിയങ്ക പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇതൊക്കെ അവരറിയുന്നത്. പിന്നെ ഈ സംഘടനയിലൊക്കെ ഇവരൊക്കെ എന്നാ കാണാനായിട്ട് ഇരിക്കുവാണ്. ഇവരൊക്കെ ഇതിനകത്ത് അംഗങ്ങളാണെന്നാണ് പറയുന്നത്. അവരുടെ സംഘടനയ്ക്കകത്ത് നടക്കുന്ന സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ലെങ്കിൽ ന്യൂസ് ചാനലിൽ നിന്നുമാണ് അവർ അറിയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഇവരൊക്കെ എന്നതാണ് ഈ സംഘടനയിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ എന്നതിനാണ് ഇവർ ഈ സംഘടന അംഗങ്ങളായിട്ടിരിക്കുന്നത്. ഓരോന്നും വിളിച്ച് പറയുമ്പോഴത്തേക്ക് വലിയ ഇതായിട്ട് വിളിച്ച് പറയുന്നതാണ്. പക്ഷേ പൊട്ടത്തരങ്ങൾ പറയുമ്പോൾ ഒന്ന് ചിന്തിക്കണം. നിങ്ങളുടെ സംഘടനയിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് നീനാക്കുറുപ്പ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് കേട്ട് നോക്കാം. ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്, അത് സത്യമാണ്. അതിൽ എഴുതിയിരിക്കുന്ന മാറ്റേഴ്സ് സത്യമാണ്. ഞാൻ കൊടുത്ത പരാതിയിൽ ഞാൻ കേട്ട കാര്യങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടതല്ല. ഞാൻ കേട്ട കാര്യങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സംഘടനയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു അത് ഒരു സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യും തന്നെയാണ് എന്റെ വിശ്വാസം. അതിന് ടൈം കിട്ടാത്തതുകൊണ്ടായിരിക്കും. അവർ ആ ടൈം കിട്ടുമ്പോൾ അവരത് ചെയ്യും. ഇതിനകത്ത് സംഘടനയിൽ വിശ്വാസമുള്ള എന്നാ വിശ്വാസം? സംഘടന കിടന്ന് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിക്കുക, പരസ്പരം ചെളിവാരി എറിയുക, അഭിഹിതം പറയുക, അപവാദങ്ങൾ പറയുക, തെറി വിളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സംഘടനയിൽ നടക്കുന്നത്. ഇതിനകത്ത് മറ്റേ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രിയങ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പരാതി കൊടുത്തോ, അതൊന്നും ഇവർ അറിയുന്നില്ല. അയ്യോ അങ്ങനെയാണോ പെരുമാറിയത്, ഇതൊക്കെ നിങ്ങളിൽ നിന്നാണ് ഞങ്ങൾ അറിയുന്നത് എന്നൊക്കെ പറയും. ഇതിനകത്ത് തലമൂത്ത ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. തലമൂത്ത ആൾക്കാരാണ് മമ്മൂക്ക, ലാലേട്ടൻ, ഇവരൊക്കെയാണ് തലമൂത്ത ആൾക്കാർ. അവരൊന്നും അറിഞ്ഞിട്ടില്ല. അവരെല്ലാത്തിനും ഇടവേള ബാബുചേട്ടൻ ഇവരൊക്കെ ഇറക്കി വിട്ടിട്ടാണ് ഇവരൊക്കെ കയറി അതിനകത്തോട്ട് കയറി ഇരിക്കുന്നത്. എന്നിട്ട് ഇതിനൊക്കെ ഭരിക്കാൻ അറിയാൻ മേലെങ്കിൽ ഇറക്കി വിട്ടിച്ച് വേറെ ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവരണം. നമുക്ക് ഈ ഇവർ നീനാക്കുറുപ്പ് പറയുന്നുണ്ട്, അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ മൊത്തം സത്യങ്ങളാണ്. ഞാൻ ഇതിനകത്ത് ചേരി തിരിഞ്ഞുള്ള പ്രശ്നങ്ങളാണ്. നീനാക്കുറുപ്പൊക്കെ കുക്കു പരമേശ്വരൻ്റെ ടീമാണ്. അൻസിബ, ഈ നീനാക്കുറുപ്പ്, ഇങ്ങനെ ഒരു കുറച്ച് അതിനകത്ത് ഇനി ആൾക്കാരൊക്കെ കാണും. അതിനകത്ത് നമുക്കിപ്പോൾ അറിയാവുന്ന ഇത്ര പേരാണ്. പിന്നെ ഇപ്പുറത്ത് ശ്വേതാമേനോൻ, പ്രിയങ്ക, ടിനി ടോം, അവരൊക്കെ ഒരു സെക്ഷന്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംഘടന കിടന്ന് ഒരാൾക്കെതിരെ ഒരാൾ വന്നു കഴിയുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് തിരിഞ്ഞ് ആളൊരു ആക്രമിക്കുക എന്നുള്ളതാണ് ഇവരുടെ ശൈലി. നല്ലൊരു സംഘടനയൊക്കെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അമ്മ എന്നുള്ള പേരും ഒക്കെ വെച്ച് ഈ മാതിരി തോന്നിവാസങ്ങളാണ് അവിടെ കിടന്ന് കാണിക്കുന്നത്. നിങ്ങളേക്കാൾ ഈ അമ്മ എന്നുള്ള പേരുകൾ മാറ്റിച്ച് വേറെ വല്ല പേര് വിടുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെയുള്ള സംഘടനയ്ക്കൊക്കെ ഈ അമ്മ എന്നുള്ള പേരിടേണ്ട കാര്യമില്ല. ഭാഗ്യലക്ഷ്മി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് അവിടെ പുരുഷന്മാർ ഇരിക്കുന്നത് കൊണ്ടാണ് സ്ത്രീകൾക്ക് അങ്ങോട്ട് പോയി ഒരു പരാതി പറയാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ പരാതി ആരും ശ്രദ്ധിക്കാതിരിക്കുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ ശരി, സ്ത്രീകൾ മുൻനിരയിലേക്ക് വരട്ടെ, സ്ത്രീകൾ ഭരണം ഏറ്റെടുക്കട്ടെ എന്ന് ഞാനും അന്ന് അഭിപ്രായം പറഞ്ഞിരുന്നു. വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ സ്ത്രീകൾക്ക് തന്നെ പരാതി പറയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതിലൊരു നമുക്കൊക്കെ പ്രതിഷേധമുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലുള്ള സ്ത്രീകൾ തന്നെ ഈ പരാതി പറയുന്ന സ്ത്രീകൾക്കെതിരെയാണ് സംസാരിക്കുന്നത്. ശ്വേതാമേനോൻ പറഞ്ഞത് നത്തിങ് ഡു വിത്ത് അമ്മ എന്നാണ് ഒരു പരാതിയായിട്ട് മുന്നോട്ട് പോയപ്പോൾ പറഞ്ഞത് എന്നുള്ളതാണ് ഇന്നലെ അൻസിബ പറഞ്ഞത്. രണ്ടംഗങ്ങളും അമ്മയിലുള്ളവരാണെങ്കിൽ ആ രണ്ടുപേരെയും വിളിച്ചിരുത്തി എന്തിനാണ് നിങ്ങൾ അവർക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തത്, അല്ലെങ്കിൽ നിങ്ങളെന്തിനാ ഇവർക്കെതിരെ രണ്ടുപേരോട് ചോദിക്കുകയും അതിലൊരു മധ്യസ്ഥത വഹിക്കുകയും ചെയ്യേണ്ടത് കൂടി ഒരു സംഘടനയുടെ ഉത്തരവാദിത്വമാണ്. എനിക്ക് തോന്നുന്നത് അവിടെ ഇരിക്കുന്നവർക്ക് ഇപ്പോൾ ഇരിക്കുന്നവർക്ക് സംഘടന എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നൊരു വലിയ പിടിയില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. സെക്രട്ടറി ഒന്നും അങ്ങോട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കുന്നില്ല. ഞാൻ നോക്കി കുറേ കുക്കു പരമേശ്വരൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമോ എന്ന്. പ്രസിഡന്റ് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്കൊന്നും വ്യക്തം. അത് ശരിയാണ് കേട്ടോ. കുക്കു പരമേശ്വരൻ ഇതുവരെ വന്ന ഒറ്റ വാക്ക് മിണ്ടിയിട്ടില്ല.
വാ തുറന്നിട്ടില്ലെന്നാണ് കുക്കു പരമേശ്വരൻ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട്. ശ്വേതാമേനോനാണ് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും എല്ലാം ചെയ്യുന്നതല്ല. കുക്കു പരമേശ്വരൻ ഒരു അക്ഷരം വന്ന് മിണ്ടിയിട്ടില്ല ഇതിനകത്ത്. കുക്കു പരമേശ്വരൻ മിണ്ടുന്ന കേട്ടത് മാത്രം ലക്ഷ്മിപ്രിയയുടെ ആ ഒരു വോയിസ് പുറത്തു വന്നപ്പം അതിന് റിപ്ലൈ എന്ന രീതിയിൽ പറഞ്ഞത് മോശമായി പോയി. ലക്ഷ്മിപ്രിയയോട് ശരിക്കും അവർ പറഞ്ഞില്ല, അവർ ചീത്ത വർത്താനൊന്നും പറയുന്നില്ല, അവർ ശരിക്കും പറയുന്നുണ്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, വളരെ മോശമായി പോയി എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരതിനെതിരെ എതിർക്കുന്നത്, നീനാക്കുറുപ്പിനെ പറഞ്ഞതിനെ എതിർക്കുന്നത്. ഇവരൊക്കെ ഈ സംഘടനയിലുള്ളവരൊക്കെ തന്നെയാണെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഇവരൊക്കെ അതിജീവിതയ്ക്ക് വേണ്ടി ഒരുപാട് കിടന്ന് പ്രസംഗിച്ചവരാണ്. പക്ഷെങ്കിൽ അവരുടെ ഒരു കാര്യം ആ സംഘടനയിൽ അവരെ കൊണ്ടുവരും എന്ന് പറഞ്ഞത് കൊണ്ടുവരത്തില്ല എന്ന്. എന്നാണേലും നമുക്ക് വേറൊരാൾ പറയുന്ന കാര്യം കൂടെ ഒന്ന് കേൾക്കാം. കുടുംബമേള തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് എന്നാണ് പറയുന്നത്. എന്താണ് അത്? കുടുംബമേളയിൽ ഒരു ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മതപരമായ സംഘടനകളുടെ വേണ്ട എന്ന് വാദിച്ച ഒരു പക്ഷവും അല്ലാത്ത ഒരു പക്ഷവും ഇവർ തമ്മിൽ തുടങ്ങിയ ഒരു ചെറിയ തർക്കത്തിൽ നിന്നാണ് ഇത്രയും വലിയൊരു വിഷയത്തിലേക്ക് പോയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനുശേഷം വ്യക്തിപരമായി വംശീയമായ അധിക്ഷേപം തുടങ്ങി പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ടെന്നാണ് പരാതികൾ പറയുന്നത്. നീന പറഞ്ഞത്, നീന അങ്ങനെ ഒരു പരാതി മെയ് 12-ാം തീയതി പ്രസിഡന്റ് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം പ്രസിഡന്റും സെക്രട്ടറിയും രണ്ട് വഴിക്കാണ് പോകുന്നത്. വഴിക്കാണ് അത് തന്നെ ഇത്രയും വലിയൊരു സംഘടന. ഒന്നാമത് അത് നമുക്ക് ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പരാതി എനിക്കുണ്ട്. ശ്വേതയും കുക്കും പരസ്പരം അവർ തമ്മിൽ രണ്ട് ചേരികളിലായതും വലിയ ദോഷമായി. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഗുരുതരമായ ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നു. മൊത്തത്തിൽ സംഘടനയ്ക്ക് ആകെ കൂടെ നാണക്കേടായോ? വളരെ നാണക്കേട് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പൊതു സമക്ഷം ഞാൻ ഇതിലൊക്കെ ഇടപെട്ടതിലും ഇത് സംസാരിച്ചതിലും സ്ത്രീകൾ വന്നാൽ നന്നാവും ഒക്കെ വിചാരിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളോടക്കം ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്താണ് അടുത്ത ജനറൽ ബോഡിയിൽ എന്താണ് നിങ്ങൾ? സീനിയേഴ്സ് ആരെങ്കിലും വന്ന് ഏറ്റെടുക്കട്ടെ. ഇടവേള ബാബുച്ചൻ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് എല്ലാവരും മീഡിയ ഒക്കെ എതിർത്തിരുന്നു. പക്ഷേ അവിടെ നടന്ന കാര്യങ്ങൾക്ക് ചിട്ടയുണ്ടായിരുന്നു, കൃത്യമായ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരുന്നു. അവിടെ ഇങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നതിന് വെളിയിൽ അറിയില്ലായിരുന്നു. എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ. ഇത് ഒരുപാട് പേർക്ക് ഗുണമുള്ള ഒരു സംഘടനയാണ്, ഒരുപാട് പേർക്ക് ഗുണമുള്ള ഒരു സംഘടനയാണ്. നേതൃമാറ്റം ആവശ്യപ്പെടും നിങ്ങൾ? എനിക്ക് തോന്നുന്നു ജനറൽ ബോഡിയിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം നേതൃമാറ്റം വരണം. ഇവർ തമ്മിൽ അടികൂടാനായിട്ടല്ലല്ലോ നമ്മളെ ഏൽപ്പിച്ചത്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഇടവേള ബാബു ഒക്കെ ഇരിക്കുന്ന സമയത്ത് നല്ല ഒരു ഇതായിരുന്നു, സംഘടനയെ പറ്റി നല്ലൊരു കാര്യങ്ങളൊക്കെയാണ്. അന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടില്ല, നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് തന്നെ ഒരു പരിഹരിക്കുകയും ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഇത്രയും പുറത്തോട്ട് അങ്ങനെ വരുന്നത്. പക്ഷേ ആ സമയത്ത് സ്ത്രീകൾക്ക് വലിയ പരിഗണന കിട്ടുന്നില്ല, സ്ത്രീകളെ അംഗീകരിക്കുന്നില്ല എന്നും പറഞ്ഞ് സ്ത്രീകളായിട്ടുള്ള കുറേ ആൾക്കാരെ കുടിച്ച് പറഞ്ഞ് തലപ്പത്ത് സ്ത്രീകൾ വരണം, പുരുഷന്മാർ മാത്രം വന്നാൽ പോരാ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീകളെയൊക്കെ അവിടെ പ്രതിഷ്ഠിച്ചത്. എവിടെയെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്ക് സ്ത്രീകൾ എന്താണെന്ന് പറയുക, കുശുമ്പും കുഞ്ഞായ്മയൊക്കെ പിടിച്ച് തലപ്പത്ത് ഇരുത്തിയാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതേസമയം അങ്ങനെ ഒന്നും അല്ലാതെ എല്ലാ മനുഷ്യരും ഒരുപോലെ കാണുന്ന ആൾക്കാരെ ഇരുത്തിയാൽ എല്ലാവരും പറയും സ്ത്രീയല്ലേ, സ്ത്രീകൾ എവിടെ ചെന്നാലും ഇങ്ങനെയാണ്. ഇങ്ങനെ കുറേ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ചീത്തപ്പേര് കേൾപ്പിക്കാൻ വേണ്ടി എല്ലാ മേഖലയിലും കാണും. പക്ഷേങ്കിൽ സ്ത്രീയല്ലെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി ഒരു സ്ത്രീയായിരുന്നു, അവർ ഒരു രാജ്യം മുഴുവൻ ഭരിച്ചതാണ്, അവർക്കൊരു കുഴപ്പവുമില്ലായിരുന്നു. അതുപോലെ തന്നെ ഗൗരിയമ്മ ഒരു സ്ത്രീയായിരുന്നു, അവരും നമ്മുടെ കേരളം ഭരിച്ചതാണ്, അവർക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ നല്ലതായിട്ടുള്ള മനുഷ്യരുമുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ എണ്ണങ്ങളൊക്കെ കയറിയിരുന്ന് കുത്തിത്തിരിപ്പും കുശുമ്പും അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയയായിട്ട് കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിനപ്പുറം നടക്കത്തുള്ളൂ. എന്നതാണെങ്കിലും അൻസിബ ഇതിൻ്റെ പുറത്ത് വന്ന് പറയുന്നത് ഇത് അൻസിബയുടെ ഭാഗത്താണോ ശരി, ടിനി ടോമിൻ്റെ ഭാഗത്താണോ ശരി എന്നൊന്നും നമുക്കറിയത്തില്ല. ഇവർ പരസ്പരം തിരിഞ്ഞ് കുറേ പേര് ടിനി ടോമിന് സപ്പോർട്ട് പറയുന്നുണ്ട്, കുറേ പേര് ഈ അൻസിബയ്ക്ക് സപ്പോർട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് ഇവർക്ക് ഈ ഇതിനകത്തുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം. എന്നതാണേലും ഈ ഒരു സംഘടനയൊക്കെ തുടങ്ങി കുറേ ആൾക്കാർക്ക് നല്ലതിന് വേണ്ടി തുടങ്ങിയ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പരസ്പരം ചെളി വാരി അറിയാതെ മറ്റുള്ളവരെ സഹായിക്കുകയും അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും സ്ത്രീകൾ തലപ്പത്ത് നിന്നാലും അത് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ കുറച്ച് പേരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ സ്വഭാവം മാറ്റിക്കൊണ്ടിരുന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാവരെയും ഒരുപോലെ കാണുക, അല്ലാതെ കുറച്ച് ആൾക്കാർ സെപ്പറേറ്റ് അവരെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്, അവരെൻ്റെ ആൾക്കാരാണ് എന്നും പറഞ്ഞ് നിർത്തി നോക്കലേനെ. തെറ്റാര് ചെയ്താലും ആ തെറ്റാന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണം. പിന്നൊരു കാര്യമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊതി നുണയും പറയാതിരുന്നാൽ നമുക്ക് എവിടെ നിന്നും തലയുർത്തി എന്ന് പറയാൻ പറ്റും. ഒരാളെപ്പറ്റി വേറൊരാളുടെ കുറ്റം പറഞ്ഞു വെച്ച് അവർ തമ്മിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് ആരുടെ ഭാഗം ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാര്യം ഏതെങ്കിലും ഒരാളുടെ ഭാഗം ന്യായീകരിച്ച് കഴിയുമ്പോൾ ആ ആൾ പറയും പണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞല്ലേ എന്ന് ചോദിക്കും. അതൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. ഏത് കേട്ടാലും അതിൻ്റെ ശരിയും തെറ്റും നോക്കി മനസ്സിലാക്കി ഒരുപോലെ പറഞ്ഞിരിക്കുക. നല്ലൊരു സംഘടനയാണ് ഇത്. തല്ലിപ്പിരിഞ്ഞ് പോകുന്നുണ്ടോയെന്ന് എനിക്കൊരാഗ്രഹവും ഇല്ല കേട്ടോ. നല്ല രീതിക്ക് തന്നെ പോകണം. കാര്യം ഒരുപാട് ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്, ഒരുപാട് കലാകാരന്മാർക്ക് ഇത് പ്രയോജനമുണ്ട്. മരുന്നിനും മറ്റു കാര്യങ്ങളൊക്കെ കേട്ട് ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഈ ഇടയ്ക്ക് അങ്ങനെയുള്ള കലാകാരന്മാരൊക്കെ കൊണ്ടുവന്നവരെന്തോ പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ സമയത്ത് അതിനകത്ത് സ്റ്റേജിൽ കയറിയ സമയത്ത് ആളിനെ വിട്ടില്ലെന്നോ എന്നൊക്കെ പറഞ്ഞാണ് അന്ന് ലക്ഷ്മിപ്രിയ ഈ നീനാക്കുറുപ്പിനെ ചീത്ത വിളിച്ചത് മൊത്തം പുഴുത്ത് ചാവുമെന്നൊക്കെയാണ് പറഞ്ഞതെന്ന്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അതിൻ്റെ ഓരോ ഭാരവാഹികളായിട്ടുള്ളത്. കൂട്ടത്തിലുള്ള ഒരുത്തം പുഴുത്ത് ചാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇതിൻ്റെയൊക്കെ ഭാരവാഹികളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഇതൊക്കെ എവിടെ ശരിയാകും, എവിടെ ചെന്ന് ഇതൊക്കെ അവസാനിക്കും? എന്നാണേലും ഇങ്ങനൊരു കാര്യം കണ്ടപ്പോഴത്തേക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാവുന്നേ.